നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. കർത്താവ് ഒരു ഉദാഹരണം, പലരും പല ചിന്തകളിൽ വിവാഹം കഴിക്കുന്നത് ആണോ? പലരും പല ചിന്തകളിലാണ്. ചിലവർ ജോലി നോക്കി കല്യാണം കഴിക്കാറുണ്ട്, ജോലി. ചിലർ ശമ്പളം നോക്കി കെട്ടാറുണ്ട്. ചിലർ കല്യാണാലോചന വരുമ്പോഴേ ചോദിക്കും, വിസ ഉണ്ടോ കൊണ്ടുപോകാൻ? വിസ ഉണ്ടോ? കൊണ്ടുപോകാൻ വിസ ഉണ്ടെങ്കിലേ കെട്ടത്തുള്ളൂ. ഞാൻ പറയുന്നത് ശരിയാണോ? നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. കറക്റ്റ് അല്ലേ പറയുന്നത്? ചിലരുടെ മാനദണ്ഡം വിദ്യാഭ്യാസമാണ്, ചിലരുടെ മാനദണ്ഡം സൗന്ദര്യമാണ്. അവൾ സുന്ദരിയാണ്, അതുകൊണ്ട് കെട്ടുന്നു. സുന്ദരനാ കെട്ടുന്നു. ആമേൻ. പക്ഷെ യഥാർത്ഥമായി ഇതൊന്നുമല്ല വിവാഹത്തിന്റെ മാനദണ്ഡം. സ്നേഹമാണ്. ഇതിനൊക്കെ അപ്പുറം സ്നേഹം. ആമേൻ. ഓക്കെ, അവിടെ നിൽക്കേണ്ടത്. പ്രൈസ് ഗോഡ്. ഈ സ്നേഹം എങ്ങനെ ഉണ്ടാകുന്നു അറിയാമോ? ഒരാളെ നമ്മൾ അടുത്തറിയുമ്പോൾ, കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് സ്നേഹം വർദ്ധിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. കത്തിയില്ലെന്ന് തോന്നുന്നു. പ്രൈസ് ഗോഡ്. ഒരു ഭാര്യ ഭർത്താവ് ജീവിതത്തിൻ്റെ ഏറ്റവും എഫക്റ്റ് ആകുന്ന, എപ്പോഴും സക്സസ്ഫുൾ ആകുന്ന, ഏറ്റവും നല്ല നിലയിൽ ആ ദാമ്പത്യ ജീവിതം മുന്നോട്ട് വന്ന് എങ്ങനെയാണെന്നറിയാമോ? അവരങ്ങോട്ടും ഇങ്ങോട്ട് അറിയാൻ തുടങ്ങുമ്പോഴാണ്, അടുത്തറിയാൻ ശ്രമിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം വ്യക്തമായി പറയുന്നൊരു വാക്യം, വചനത്തിൽ വ്യക്തമായിട്ടിതുണ്ട്, പ്രാർത്ഥനയ്ക്കല്ലാതെ മാറിയിരിക്കരുതെന്ന് പറഞ്ഞു.